ഈ വെള്ള പേപ്പറിലേക്ക് നമ്മളൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു ചിത്രങ്ങൾ വരയ്ക്കുകയാണ്, ശരിയല്ലേ? നമ്മുടെ ചിരി കൊണ്ട് ആദ്യം അവനെ ചിരിച്ച് കാണിക്കുമ്പോൾ അമ്മ 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 എന്ന് പറയുമ്പോൾ, അച്ഛൻ എന്ന് പറയുമ്പോൾ, ഇല്ലെങ്കിൽ അമ്പിളിമാമൻ എന്ന് പറയുമ്പോൾ, ഇങ്ങനെ പറഞ്ഞ് 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 അവൻ്റെ മനസ്സിലേക്ക് കുറേ കുഞ്ഞു കുഞ്ഞു ചിത്രങ്ങൾ നമ്മൾ കൊടുക്കുകയാണ്. ഈ ചിത്രങ്ങൾ കുറേ കഴിയുമ്പോൾ അവനിങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിവെച്ച് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ചിത്രമായിട്ട് മാറും. ആ ചിത്രമാണ് അവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, ശരിയാണോ അല്ലേ? അവൻ്റെ സ്വഭാവം രൂപീകരിക്കുന്നത് അമ്മയും അച്ഛനും മാത്രമല്ല, അവൻ്റെ ചുറ്റുമുള്ള നമ്മളെല്ലാവരുമാണ്. ഓരോ കുട്ടിയുടെയും വളർച്ചയുടെ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും സൈഡിൽ നിന്ന് പുഞ്ചിരിച്ചും പാട്ടുപാടിയും കഥകൾ പറഞ്ഞും അവൻ്റെ കൈ പിടിച്ച് നടത്തിയും അവനെ സ്കൂളിൽ കൊണ്ടുപോയും അവനെ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് നാടിന് ഏറ്റവും നല്ല പൗരന്മാരെ ഉണ്ടാക്കിയെടുക്കുന്നതിലെ പ്രധാനപ്പെട്ട കണ്ണികളിൽ ഒന്നാണ് നിങ്ങൾ. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ റോഡ് ആക്സിഡൻറ്റുകൾ നമ്മുടെ നാട്ടിലുള്ള അല്ലേ? ഒരുപാട് റോഡ് ആക്സിഡൻറ്റ്. ഒരു ദിവസം പത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആക്സിഡൻറ്റ് കാണാത്ത ഒരു ദിവസവുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ആണ് പ്രശ്നം, ശരിയല്ലേ? നമ്മുടെ റോഡുകളൊക്കെ മോശമാണ്, ഒരുപാട് ഓടകളും പ്രശ്നങ്ങളും ഉണ്ട്, വഴി നിൽക്കുന്ന പോസ്റ്റുകളുണ്ട്, പിന്നെ വഴി കൂടെ ഒഴുകുന്ന റോഡയുണ്ട്, പിന്നെ ഓടയുണ്ട്, തോടുണ്ട്, ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എങ്കിൽ പോലും ശ്രദ്ധ കൊണ്ട്, ഒരാളുടെ സുരക്ഷിതത്വ ബോധം കൊണ്ട് അവൻ അപകടങ്ങളിൽ നിന്ന് ഒഴിവാകാം. അപ്പോൾ ഈ കുട്ടികളെ ഡ്രൈവിംഗ് എന്താണ് എന്നവൻ ആദ്യം കണ്ടുപഠിക്കുന്നത് നിങ്ങളുടെ അടുത്തു നിന്നാണ്, ശരിയാണോ അല്ലേ? അതെ അല്ലേ? അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ കാറിലോ ബൈക്കിലോ ഒക്കെ പോയിട്ടുണ്ടാവും, പക്ഷെ അവൻ ആസ്വദിക്കുന്ന, അവൻ ലോകം കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളുടെ അടുത്തിരുന്നിട്ടാണ് അവൻ കണ്ടുപഠിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ റോഡിൽ കുറുകെ നിർത്തുകയും വെട്ടിച്ച് കയറുകയും തെറ്റിപ്പിടിക്കുകയും അല്ലേ, റോഡിൻ്റെ നടുക്ക് നിർത്തുകയും അല്ലേ, ഇവിടെ സ്വാഗത പ്രാസംഗം പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഡ്രൈവിംഗ് ആണ് അവന് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ അവൻ എന്താ പഠിക്കുന്നത്? നമ്മുടെ സ്കൂളിലെ വാൻ ഓടിക്കുന്ന ചേട്ടൻ ഓടിക്കുന്ന പോലെ എനിക്കൊന്ന് ഓടിക്കണം അല്ലേ, ഒന്ന് കറക്കണം റോഡിലിട്ട്. ഇവൻ്റെ മനസ്സിലേക്ക് ആ ചിത്രം വീഴാണ്. ഒരിക്കലും അതിന് അവസരം കൊടുക്കരുത്. അവൻ ആ കൊച്ചുനാളിൽ പഠിച്ചു വരുമ്പോൾ തന്നെ ഡ്രൈവിങ്ങിൻ്റെ ഡിസിപ്ലിൻ എന്താണ് എന്ന് അവൻ്റെ മനസ്സിലേക്ക് നമുക്ക് ആ ഒരു ബോധം കൊടുക്കാൻ കഴിയുന്നതായിരിക്കണം നമ്മുടെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ ഓരോ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ ഒരു പെരുമാറ്റം, നമ്മളൊരു പൂവിനോട് ഇടപെടുന്നത് എങ്ങനെയാ? ഡേ പൂവേ എന്ന് പറഞ്ഞാൽ എൻ്റെ തലയ്ക്ക് തട്ട് കൊടുത്തിട്ടാണോ? ആണോ? അതെയോ? നമ്മളൊരു കാര്യത്തിനോട് എങ്ങനെ പ്രതികരിക്കുന്നു അതിനനുസരിച്ചാണ് തിരിച്ചിങ്ങോട്ട് പ്രതികരിക്കുന്നല്ലേ. നമ്മളൊരു കല്ലിനിട്ട് അടിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, കല്ലിനിട്ട് ഇങ്ങനെ അടിച്ചാൽ ശരിയാവത്തില്ല, കാരണം എൻ്റെ കൈ വേദനിക്കും. നമ്മൾ ബോധമില്ലാത്തവരാണെങ്കിൽ പൂവിനിട്ട് ചിലപ്പോൾ ഇങ്ങനെ അടിക്കും, കാരണം പൂ തിരിച്ചടിക്കത്തില്ല എന്നുള്ള ബോധം നമുക്കുള്ളത് കൊണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്, വളരെ കുഞ്ഞു പൂക്കളാണ്. അവർക്കൊന്നും അറിയില്ല, അവർ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ആ കുഞ്ഞു പൂക്കളെ താലോലിച്ച് കൊണ്ട് നടക്കാൻ നമുക്ക് കഴിയണം. അത്രയും ആ ഒരു താലോലിച്ച് കൊണ്ടുവരുമ്പോഴാണ് അവൻ്റെ മനസ്സിലേക്ക് സ്നേഹം, ദയ, കരുണ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. അപ്പം നിങ്ങൾ അതിൻ്റെ പ്രധാന ഭാഗമാണ്. നമ്മൾ അവരോടുള്ള ഇടപെടൽ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഈ വളർന്നു വരുന്ന കുരുന്ന് എന്ന് പറയുന്നത് ഏതോ ഒരു വീടിൻ്റെ പ്രതീക്ഷയാണ്. ഒരുപാട് അച്ഛനമ്മമാരുടെ, അല്ലെങ്കിൽ ആ ഒരു വീട്ടിലിരിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ആകെയുള്ള പ്രതീക്ഷയാണ് ഒരു കുഞ്ഞിനെ വളർത്തുന്നത്. എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒരു കിളി ആയിക്കോട്ടെ, ഒരു കോഴി ആയിക്കോട്ടെ, ഒരു പട്ടി ആയിക്കോട്ടെ, അതിൻ്റെ കുഞ്ഞിനെ അത് കൊണ്ടു നടക്കുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, ഒരു വാത്സല്യം ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ബോധമുള്ള ഒരു അച്ഛനും അമ്മയും നാളത്തേക്ക് വേണ്ടിയിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ സമ്പത്താണ് നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന 2-3 മണിക്കൂർ കുറച്ച് സമയം നമ്മുടെ കൂടെ ഉള്ളത്. ഈ ഒരു സമയം അവന് ഏറ്റവും നല്ല കെയർ കൊടുക്കാനും, ഏറ്റവും നല്ല സ്നേഹം കൊടുക്കാനും, ഏറ്റവും നല്ല സുരക്ഷിതത്വ ബോധം കൊടുക്കുവാനും, ഏറ്റവും നല്ല ഗൈഡൻസ് കൊടുക്കുവാനും, ഭാവിയിലേക്ക് കൈ പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാകുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അവനെ ഷേപ്പ് ചെയ്തെടുക്കുന്നതിനുള്ള വലിയ കണ്ണികളാണ് നമ്മളെന്നുള്ള ബോധത്തോട് കൂടിയിട്ട് ഓരോരുത്തർക്കും പെരുമാറാവണം.